ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് അനാബോളിസം ആൻഡ് കറ്റാബോളിസം ആണ്. സോ സ്റ്റാർട്ട്. അനാബോളിസം ആൻഡ് കറ്റാബോളിസം. മെറ്റാബോളിക് റിയാക്ഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്, നെയിംലി അനാബോളിസം ആൻഡ് കറ്റാബോളിസം. മെറ്റാബോളിക് റിയാക്ഷൻസ് രണ്ട് തരത്തിലാണുള്ളത്, അനാബോളിസും കറ്റാബോളിസും. ഇൻ ലിവിങ് സിസ്റ്റംസ്, അനാബോളിക് ആൻഡ് കറ്റാബോളിക് റിയാക്ഷൻസ് ആർ ഇന്റർലിങ്ക്ഡ്, interdependent, mutually regulating and coupled to each other. Life is possible when there is an indissoluble interaction between them. നമ്മൾ പറഞ്ഞതുപോലെ ലിവിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസിലും അനാബോളിക് ആൻഡ് കറ്റാബോളിക് റിയാക്ഷൻസ് പ്രസൻ്റ് ആയിരിക്കും. അതേപോലെ ഇൻ്റർലിങ്ക്ഡും ഇൻ്റർഡിപ്പെൻഡൻറ്റും മ്യൂച്വലി റെഗുലേറ്റിംഗും ഒക്കെ ആയിരിക്കും. സോ നമുക്ക് അനാബോളിസം എന്താണെന്ന് നോക്കാം. അനാബോളിക് പ്രോസസ് ആർ building reactions. These processes use small simple molecules to create larger, more complex molecules and require an input of energy to do so. For example, single amino acids may be used to assemble large complex proteins because anabolism involves the synthesis of new biological molecules. It is also known as biosynthesis. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ അനാബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇവർ ഈ ചെറിയ സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസിനെ അവർ ചേർത്ത് വെച്ചിട്ട് വലുതും ലാർജുമായ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനൊരു എനർജിയും ആവശ്യമാണ് ഇവർക്ക്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ ഈ സിംഗിൾ അമിനോ ആസിഡ്സ് അസംബിൾ ചെയ്തിട്ട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പുതിയതായിട്ടുള്ള ബയോളജിക്കൽ മോളിക്യൂൾസ് സിന്തസിസ് ചെയ്യുന്നതിൽ അനാബോളിസം ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ബയോസിന്തസിസ് എന്നും വിളിക്കാറുണ്ട്. അനാബോളിസം or assimilation is a reductive biosynthesis. Anabolic reactions are energy gaining and energy storing and at the same time energy using. So they are called endergenic reactions. Anabolic reactions require an input of energy to proceed. At the same time, they proceed with a steady rise in the free energy level of their products. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ചെറിയ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാക്കുക, അതാണ് അനാബോളിസം. അപ്പോൾ അവിടെ എനർജി അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എൻഡർജീനിക് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, then the products of metabolism are often used as structural materials for the building of new cells. Therefore, anabolism is the driving force behind the physical growth of organisms. അതായത് ഈ അനാബോളിസത്തിലുണ്ടാകുന്ന പ്രൊഡക്ട്സ് ഈ പുതിയ സെൽസ് ഉണ്ടാക്കാനുള്ള സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അനാബോളിസം എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ഫിസിക്കൽ ഗ്രോത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് അനാബോളിക് റിയാക്ഷൻസ് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് അനാബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ഫോട്ടോസിന്തസിസും മറ്റൊന്ന് ഗ്ലൈക്കജൻ സിന്തസിസും. ഒന്ന് ഫോട്ടോസിന്തസിസ്. One example of an anabolic reaction is photosynthesis. This is a series of biochemical reactions that takes place in the chloroplast of plants and involves the synthesis of glucose from carbon dioxide gas and water molecules. Like all anabolic reactions, photosynthesis requires an input of energy and it is powered by light energy from the sun. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫോട്ടോസിന്തസിസ് അനാബോളിക് റിയാക്ഷൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ഒരു കുറേ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇവിടെ പ്ലാന്റിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്നു. അപ്പം ഇതിൽ ഈ നമ്മൾ ഫോട്ടോസിന്തസിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിൽ നിന്നും വാട്ടർ മോളിക്യൂൾസിൽ നിന്നുമാണ്. അപ്പോൾ അതൊരു അനാബോളിക് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പം ഇതൊരു അനാബോളിക് റിയാക്ഷൻസിനെ പോലെയും ഇവിടെയും എനർജി ആവശ്യമാണ്. ഈ എനർജി ലഭിക്കുന്നത് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജിയിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, അതാണ് ഗ്ലൈക്കജൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കജൻ സിന്തസിസ് is another example of anabolism. During glycogen synthesis, glucose molecules are assembled into long chains of glycogen which are used to store energy in the liver and muscles. അതായത് ഗ്ലൈക്കജൻ സിന്തസിസിൽ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഒരു ചെയിൻ പോലെ അസംബിൾ ചെയ്തിട്ട് ഗ്ലൈക്കജൻ ഫോം ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ ലിവറിലും മസിൽസിലും ഒക്കെ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും അനാബോളിക് റിയാക്ഷൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് കാറ്റബോളിസം നോക്കാം. Catabolism is the opposite of anabolism. Catabolic processes break large biological molecules down into smaller, simpler molecules. These reactions involve the breaking of chemical bonds, which is accompanied by a release of energy. Around 14% of the energy released is used to synthesize ATP molecules. The remaining 16% is released as thermal energy and is absorbed by the body tissues and fluids. അതായത്
നമ്മൾ അനാബോളിസം പഠിച്ചല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അനാബോളിസത്തിലും സ്മോളർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ലാർജർ ആവുകയാണെങ്കിൽ ഇവിടെ ആ ലാർജറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളറും സിംപ്ലറുമായിട്ടുള്ള മോളിക്യൂൾസാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ കെമിക്കൽ ബോണ്ടുകളുടെ ബ്രേക്കേജാണ് നടക്കുന്നത്. അപ്പം അവിടെ ഒരു എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അനാബോളിസത്തിൽ എനർജി ആവശ്യമാണ് അനാബോളിസം നടക്കണമെങ്കിൽ. ഇവിടെ കാറ്റാബോളിസം ആ ഒരു കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ എനർജിയിൽ 40% എനർജി ATP മോളിക്യൂൾസ് സിന്തസിസ് ചെയ്യാൻ വേണ്ടി പോകും. ബാക്കിയുള്ളൊരു 60% എനർജി എന്ന് പറയുന്നത് തെർമൽ എനർജി ആയിട്ട് മാറിയിട്ട് അത് ബോഡിയിലെ ടിഷ്യൂസും ഫ്ലൂയിഡ്സും ഒക്കെ അബ്സോർബ് ചെയ്യും. Catabolism or dissimilation is an oxidative degradation. Catabolic reactions are energy losing and energy releasing, so they are called exergonic reactions. Catabolic processes proceed with a steady fall in the free energy level of the products. നമ്മൾ അനാബോളിസം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അനാബോളിസം സിംപ്ലർ മോളിക്യൂൾസ് ഫോം ചെയ്ത് ലാർജർ ആവുന്നതുകൊണ്ട് അതിനെ എൻഡർഗോണിക് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ലാർജ് മോളിക്യൂൾസിനെ ഡിഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ആക്കുന്നു. അപ്പോൾ ഇവിടെ എനർജി ലോസിങ്ങും എനർജി റിലീസിങ് ഒക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എക്സർഗോണിക് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് കാറ്റബോളിക് റിയാക്ഷൻസ് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് കാറ്റബോളിക് റിയാക്ഷൻസ് പറയുകയാണെങ്കിൽ രണ്ടെണ്ണമാണ്. ഒന്ന് സെല്ലുലാർ റെസ്പിറേഷനും മറ്റൊന്ന് ഡൈജഷൻ ഓഫ് ഫുഡുമാണ്. സെല്ലുലാർ റെസ്പിറേഷൻ പറയുകയാണെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് കാറ്റബോളിക് റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് എവറി ലിവിങ് സെൽ. This process involves the breaking down of glucose molecules to release energy, which is then used to power all other cellular processes. Respiration may take place in the presence of oxygen, aerobic respiration, or its absence, anaerobic respiration. അതായത് ഒന്നാമത്തെ എക്സാമ്പിളായ സെല്ലുലാർ റെസ്പിറേഷനിൽ കാറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് സെല്ലിലും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യും. ഈ ഒരു എനർജി, ആ ഒരു പവർ മറ്റെല്ലാ സെല്ലുലാർ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ കാറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം ഈ ഒരു റെസ്പിറേഷൻ ഓക്സിജൻ്റെ പ്രസൻസിലോ ആബ്സെൻസിലോ നടക്കാം. ഓക്സിജൻ്റെ പ്രസൻസിൽ നടക്കുന്നതിന് എയറോബിക് റെസ്പിറേഷൻ എന്നും ആബ്സെൻസിൽ നടക്കുന്നതിൽ അനേറോബിക് റെസ്പിറേഷൻ എന്നും നമ്മൾ വിളിക്കുന്നു. ഇനി കാറ്റബോളിക് റിയാക്ഷൻ്റെ അടുത്ത എക്സാമ്പിളാണ് ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അനദർ വൈറ്റൽ എക്സാമ്പിൾ ഓഫ് കാറ്റബോളിസം ഇസ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. Digestion involves a series of catabolic reactions that break large food molecules down into smaller, simpler molecules. For example, proteins are broken down into amino acids, complex carbohydrates are broken down into simple sugars, lipids are broken down into fatty acids and glycerol. അപ്പോൾ നമ്മൾ കാറ്റബോളിക് റിയാക്ഷൻ്റെ അടുത്ത എക്സാമ്പിളാണ് ഡൈജഷൻ ഓഫ് ഫുഡ്. ഇതെന്ന് പറയുന്നത് കാറ്റബോളിസത്തിൻ്റെ ഒരു വൈറ്റൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പം ഈ ഡൈജഷനിൽ ഒരു കുറേ കാറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന നമ്മൾ ഫുഡിൽ ആ കോംപ്ലക്സ് മോളിക്യൂൾസിനെ നമ്മൾ സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ട് മാറ്റുന്നു. അതായത് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിലുള്ള പ്രോട്ടീൻസിനൊക്കെ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ടും അമിനോ ആസിഡ്സ് ആക്കിയിട്ടും, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രോക്കൺ ചെയ്ത് സിമ്പിൾ ഷുഗേഴ്സ് ആക്കിയിട്ടും, ലിപ്പിഡ്സിനെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളൊക്കെ മാറ്റുകയാണ്. അങ്ങനെയാണ് ഡൈജഷൻ ഓഫ് ഫുഡിൽ കാറ്റബോളിസം നടക്കുന്നത്. Then the body may then break these smaller, simpler molecules down even further to release energy or use them as building blocks for anabolic processes. ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരം ഈ നമ്മളിപ്പം കാറ്റബോളിസം നടത്തി സിമ്പിളാക്കി വെച്ചേക്കുന്ന ഈ മോളിക്യൂൾസിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അനാബോളിക് പ്രോസസ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആക്കിയിട്ട് അവരെ യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം അനാബോളിസം എന്ത് വേണം? എനർജി വേണം. ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ബോഡി ഈ മോളിക്യൂൾസിനെ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കാറ്റബോളിസം ആൻഡ് അനാബോളിസം കാണിക്കുന്ന ഒരു ചെറിയ ബുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഡിഫറൻസ് എന്താണ്, മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും ഫോം ചെയ്യുന്നതൊക്കെ. ഇതോടുകൂടി എൻ്റെ സെമിനാർ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്.